അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കൂടുതലായും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ സിനിമാ പ്രവർത്തകരുടെ മുഖം മൂടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. പണ്ടേ നമ്മളെല്ലാവരും കേട്ടതും അറിഞ്ഞതൊക്കെയാണ് ഈ രൂപത്തിലുള്ള സംഗതികൾ. അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തിയാലാണ് ഒരു പെൺകുട്ടി സിനിമയിലെത്തുന്നത്. അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉഭയകക്ഷി സമ്മതത്തോടെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ചില അമ്മമാർ പോലും കുട്ടികളെ എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഇതിന് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്ക് എത്തപ്പെടുന്നത് എന്നും, അതേപോലെ തന്നെ പുരുഷന്മാർക്ക് അതിൻ്റെ മേലുള്ള മേൽക്കോയ്മയും അവരുടെ ആണധികാരവും അതേപോലെ തന്നെ ഈ മെയിൽ ഷോവിനിസവും അതേപോലെ തന്നെ ഉള്ള സംഗതിയൊക്കെ ഉണ്ടല്ലോ. ഈ ഒന്നുമില്ലാതെ പാറിപ്പറന്ന് നടക്കുന്ന ആൾക്കാരാണ് സിനിമാ നടിമാർ. സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ആ അവസ്ഥയിലുള്ള ആൾക്കാരാണ് എന്നാണ് നമ്മളൊക്കെ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ അടിമത്തം ഉള്ളത് അവിടെയാണ്. നമുക്ക് അതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അത് ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ അവരൊക്കെ വിഗ്രഹവൽക്കരിച്ചാണ് അടിമയാക്കുന്നത്. പെണ്ണെ, നീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ, നീ കൊഞ്ചുമ്പോൾ, നീ കുഴയുമ്പോൾ, നീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ, അതേപോലെ തന്നെ നിൻ്റെ തുണി കുറക്കുമ്പോൾ, നിൻ്റെ വസ്ത്രം നീ നഗ്നയാകുമ്പോൾ എന്ത് ചെയ്യാണ്, നീ കൂടുതൽ നഗ്നയാകുമ്പോൾ നീ കൂടുതൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നീ എത്തപ്പെടും എന്ന് പറഞ്ഞ് പറ്റിച്ച് പാവം പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, പലപ്പോഴും പറ്റിച്ചിട്ടല്ല, സ്വയം അറിവോടെ തന്നെ ഞാനത് കൂടുതൽ തുണി ഉരിഞ്ഞാൽ, കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഞാൻ റെഡിയായാൽ കൂടുതൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞാൻ എത്തപ്പെടും. ഇതാലോചിച്ച് നോക്കൂ. ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ പൊട്ടലും ചീറ്റലും നടന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ അതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2, 3, 4 ദിവസം ഏറിപ്പോയാൽ 1 വീക്ക്, അതിൽ കൂടുതൽ ഇതാരും ചർച്ചയില്ല. എല്ലാം സ്വാഭാവികമായിട്ട് അതേപോലെ തന്നെ നടക്കും. ഇതൊന്നും ആരുടെ സിനിമ നിരോധിക്കാനോ സിനിമാക്കാരെ എടുത്ത് ജയിലിടാനോ ആരും പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഇവരുടെ ബെനിഫിഷ്യറീസാണ്. അതേപോലെ തന്നെ ഇവർ നമ്മുടെയും ബെനിഫിഷ്യറീസ് ആവുന്നുണ്ട്. മീൻസ് ഇവർ ആണ് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ വസ്ത്രം തീരുമാനിക്കുന്നത്, നമ്മുടെ ഡയലോഗുകൾ തീരുമാനിക്കുന്നത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ സിനിമാ നടിമാരും സിനിമാ നടന്മാരും തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇവരുടെ ബെനിഫിഷ്യറീസ് ആയിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരുടെ ഗുണഭോക്താക്കളായിട്ടില്ലേ നമ്മുടെ വീട്ടിലെ കുട്ടികളും നമ്മളും നമ്മുടെ ഉമ്മമാരൊക്കെ ഇവരുടെ ബെനിഫിഷ്യറീസ് അല്ലേ, ഇവരുടെ ഗുണഭോക്താക്കളല്ലേ? ഈ വ്യഭിചാരികളും മദ്യപാനികളും തെമ്മാടികളുമായിട്ടുള്ള ഈ ആളുകളുടെ ഈ നടനം കാണാൻ നമ്മൾ വാ പൊളിച്ചിരുന്നിട്ടില്ലേ? ഇവരുടെ ഈ അഭിനയവും ഇവരുടെ ഈ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരവും കാണാൻ നമ്മൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് കൊടുക്കുന്നില്ലേ? ഈ ഏത് രൂപത്തിലാണ് ഇതിനകത്തുള്ള നടക്കുന്നതെന്ന് ഞാൻ പറയാൻ വിചാരിച്ച കാര്യം ഒന്നാമത്തെ ഇതാണ്. നമ്മൾ സിനിമാ കൾച്ചർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്കറിയാൻ നമ്മൾ ഇന്ന് തയ്യാറാവുന്നോ അന്നാണ് നമ്മൾ ഇതിൻ്റെ പാർട്ടല്ലാതിരിക്കുക. അല്ലെങ്കിൽ നമ്മളും ഇതിൻ്റെ പാർട്ടാണ്. നമ്മൾ എത്ര വെറുപ്പോടെയും അറപ്പോടെയാണ് ഈ കാര്യങ്ങൾ വായിച്ചറിയുന്നത്, കേട്ടറിയുന്നത്. അയ്യയ്യേ, എന്തൊരു വൃത്തികേടാണിതെന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. പക്ഷെ ആ വൃത്തികേടിൻ്റെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടാസ്വദിക്കുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളെ മടിയിലിരുത്തിയിട്ട് ഈ തെമ്മാടിത്തരം കാണുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ പാർട്ടല്ലേ? നമ്മളിതിൻ്റെ പാർട്ടല്ലെന്ന് നമ്മൾ എങ്ങനെ നെഞ്ചത്ത് വെച്ച് കഴിച്ച് പറയാൻ പറ്റുക? നമ്മൾ ഓരോരുത്തരും ഇവരുടെ ഗാനങ്ങൾ ആസ്വദിക്കുന്നു, ഇവരുടെ പാട്ട് കേൾക്കുന്നു, കുടുംബത്തോടൊപ്പം പോയി ഈ തെമ്മാടികളായ തെമ്മാടിക്കൂട്ടങ്ങൾ, അങ്ങനെ തന്നെ പറയട്ടെ, ഈ വ്യഭിചാരികളും തോന്നിയാസികളും വൃത്തികെട്ടവന്മാരുമായ ആൾക്കാർ കാണിക്കുന്ന ഈ തോന്നിയാസം കാണാൻ കുടുംബത്തോടൊപ്പം പോകുന്നവരാണ് എൻ്റെ നിങ്ങളെയും വീട്ടിലുള്ള ആൾക്കാർ. ഇതെങ്ങനെ നമ്മളിതിൻ്റെ പാർട്ടില്ലാതിരിക്കുക? നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഈ തെമ്മാടിത്തത്തിന് നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മൾ സഹകരിച്ച്, അത് പടച്ച തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരായിട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ ആ വിഷയം നമ്മൾ വളരെ കണിശമായിട്ട് നമ്മളെ കുടുംബത്തെയും നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരെയും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, അഡ്വൈസ് ചെയ്യണം. ഈ തോന്നിവാസവുമായിട്ട് നമുക്ക് ഒരു സന്ധ്യാവാനേ കഴിയില്ല. അതുമായിട്ടൊരു ബന്ധമേ നമുക്ക് പാടില്ല. പൂർണ്ണമായും ഈ സാധനം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നും നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും നമ്മുടെയൊക്കെ ഫോണിൽ നിന്നും പറിച്ചെറിയണം. ഈ ഒരു നന്മയും ഇതിലില്ല എന്നുള്ളതാണ്. ഒരു നന്മയുമില്ല. ഇപ്പോൾ കള്ളിനെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞിട്ട് ഇസ്മുഹുമ അക്സറു മിൻ നഫഇഹിമാന്ന്. അതിൻ്റെ യൂസിനേക്കാളും കൂടുതൽ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ കള്ളിനെ കുറിച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് അറിയാം, അഡ്വാൻറ്റേജിനേക്കാളും എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതിനെക്കൊണ്ടുള്ള ദോഷങ്ങൾ, കള്ളിനെ കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, കള്ളിനെ കൊണ്ടുള്ള ഗുണങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്മാറാൻ തയ്യാറുണ്ടോ എന്ന് പഠിച്ചാൽ ചോദിച്ചു. പക്ഷേ ഈ സിനിമേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ
100ൽ 100 വൃത്തികേടുകൾ മാത്രമാണ്. ചൂതാട്ടാവട്ടെ, പലിശ ആവട്ടെ, അതേപോലെ തന്നെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിക്കുക, കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക, കുടുംബബന്ധം തകർക്കുക, അതേപോലെ തന്നെ വ്യഭിചാരം, പരദൂഷണം തുടങ്ങിയിട്ട് ഒരു 100 നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ എന്തെങ്കിലും ഒരു 1-2 നന്മയുണ്ടെങ്കിൽ ആ നന്മയുടെ ഒരു 1000 ഇരട്ടി തിന്മയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. ആദ്യം നമ്മൾ ബന്ധം പാടില്ല. ഈ സംഗതിയുമായിട്ട് പരിപൂർണമായിട്ട് ബന്ധം വിച്ഛേദിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഇത് 100ൽ 100% ഫാഹിഷത്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്കും ഈ ഒരു എക്സിബിഷൻ ഉണ്ടല്ലോ, എക്സിബിഷനിസം, ഒരു സെൽഫിനെ ലോകർക്ക് മുന്നിൽ കാണിക്കാനുള്ള ഒരു ത്വര, ഇതൊക്കെ കിട്ടിയത് സിനിമാ നടിമാരിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഏറ്റവും മനോഹരമായിട്ട് ആൾക്കാരുടെ മുന്നിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. നീ നിൻ്റെ സൗന്ദര്യത്തെ ആൾക്കാരുടെ മുന്നിലേക്ക് തന്നെ എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയാണ്, സൗന്ദര്യം കൊണ്ട് നീ ആൾക്കാരുടെ മുന്നിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുകയാണെന്ന് പഠിപ്പിച്ചതാരാണ്? ഈ സിനിമാ നടിമാരാണ്. ആ സിനിമാ നടിമാരുടെ ജീവിതമോ അതാണ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് പുറത്തു വന്ന കാര്യം. അപ്പോൾ ഇവരുടെ ഈ കൾച്ചറല്ല നമ്മുടെ കൾച്ചർ, ഇവരുടെ രീതിയല്ല നമ്മുടെ രീതി, ഇവരുടെ ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം. അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യമല്ല. അത് നമ്മളെ കുട്ടികളെയും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയും പറഞ്ഞു കൊടുക്കണം. ഇവരുടെ ജീവിതമല്ല നമ്മുടെ ജീവിതം, ഇവരുടെ ആ വേ ഓഫ് ലൈഫല്ല നമ്മുടേത്, ഇവരുടെ ലക്ഷ്യമല്ല നമുക്കുള്ളത്. ഇവരുടെ ലിബറൽ ലോകമാണ് ഇവരുടേത്. ഈ ലിബറലിസത്തിൻ്റെ ഒരു അംശം പോലും ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ തോന്നിവാസത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ കോപ്പി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ ജാതി വിഷയങ്ങൾ നമ്മൾ കുടുംബത്തെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രത്യേക അവസരമാണിത്. ഈ അവസരം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെയാണ് ആ ലോകത്ത് നടക്കുന്നത്. ലിബറലിസത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ടാണ്, അതിൻ്റെ അങ്ങേ അറ്റത്തുള്ള അവസ്ഥയാണിത്. തോന്നിയ മാതിരി ഒരാൾ ജീവിച്ചാൽ ഇതൊക്കെ സംഭവിക്കാം. ഒരാൾക്ക് ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നാൽ ഈ രൂപത്തിൽ എന്താവേണ്ടി വരും, അടിമകളാവേണ്ടി വരും, പുരുഷൻ്റെ അടിമയാവേണ്ടി വരും. ഇതാണ് ഈ വിഷയത്തിൽ ഇത്ര പറയാനുള്ളൂ. പറഞ്ഞത് കൃത്യമായോ എന്ന് എനിക്കറിയില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.